ഹലോ, അതെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതെ, കഴിഞ്ഞ് വെച്ചിരുന്ന ക്ലാസ് ടീച്ചറും എടുക്കാലോ. ജിഷ മിസ് ഉണ്ടാവില്ലേ ഇപ്പോ? പ്രയർ ഞാനാണ്. മിസ് ഉണ്ട്. റെക്കോർഡ് ഓൺ ആയല്ലോ. അല്ല, മിസ് അന്ന് പറഞ്ഞിരുന്നു ഞാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങിക്കോന്ന് പറഞ്ഞിന്. അതെ അതെ. പ്രയർ ഞാനാണേ, എന്നാ തുടങ്ങട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങിക്കോ. ചന്തമേറിയ പൂവിലും ശബളാഭമാ ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ, വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ, വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. തോട്ട് ഓഫ് ദ ഡേ പറയട്ടെ. പറയൂ. ഓക്കെ, പറഞ്ഞോളൂ. Good afternoon to all. Today's thought is knowledge will give you the power, but character will give respect. Dr. APJ Abdul Kalam. Thank you. ഓക്കെ, സൈനിങ് ഞാനാണേ, രമ്യ. ഞാൻ ഇന്നൊരു ആക്ടിവിറ്റിയാണ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി തരണേ. ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണേ. ഞാൻ പറഞ്ഞു തരാം. അറിയുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ അറിയാത്തവരുണ്ടാവാം. എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഇൻഹെയിൽ എന്ന് പറയുമ്പോൾ മൂക്കുകൊണ്ട് ശ്വാസം പതിയെ 4 എണ്ണുന്നത് വരെ ഉള്ളിലേക്ക് വലിക്കുക. ഹോൾഡ് എന്ന് പറയുമ്പോൾ 7 എണ്ണി തീരുന്നത് വരെ ശ്വാസം പിടിച്ചു നിർത്തുക. എക്സേൽ എന്ന് പറയുമ്പോൾ പതിയെ തുറന്ന ചുണ്ടുകളിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 8 തവണ, 8 എണ്ണുന്നത് വരെ. ഓക്കെ. ഇൻഹേൽ എന്ന് പറയുമ്പോൾ മൂക്കുകൊണ്ട് ശ്വാസം 4 എണ്ണുന്നത് വരെ ഉള്ളിലേക്ക് വലിക്കുക. ഹോൾഡ് എന്ന് പറയുന്നത് 7 തവണ 7 എണ്ണുന്നത് വരെ ശ്വാസം പിടിച്ചു നിർത്തുക. എക്സേൽ എന്ന് പറയുമ്പോൾ ശ്വാസം പതിയെ 8 എണ്ണി തീരുന്നത് വരെ പുറത്തേക്ക് പതിയെ തുറന്ന ചുണ്ടുകളിലൂടെ പുറത്തു വിടുക. എല്ലാവരും റെഡിയല്ലേ? Now please close your eyes. Inhale till 4. Hold till 7. Exhale till 8. Inhale till 4. Hold till 7. And exhale till 8. ഇനി കണ്ണുകൾ അടച്ച് തന്നെ വെക്കൂ. പതിയെ നോർമലായി ശ്വാസം വലിച്ചു വിടുക. ഞാൻ പറയുന്നത് വരെ ആരും കണ്ണുകൾ തുറക്കരുത്. കുറച്ച് സമയത്തേക്ക് നമ്മുടെ ചിന്തകളെല്ലാം മാറ്റിവെക്കും. നിങ്ങൾ ചുറ്റുള്ള ശബ്ദം മാത്രം കേൾക്കുന്നുള്ളൂ. മറ്റെല്ലാ ചിന്തകളും മാറ്റിവെക്കുക. ഇനി ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. എന്നിട്ട് ഈ വാക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ പറയുക. ഓക്കെ. The most powerful thing in life is our thinking, which has ability to change any situation. അതായത് കൂട്ടുകാരെ, നമ്മൾ ചിലപ്പോൾ വലിയ പ്രശ്നത്തിലായിരിക്കാം, അല്ലെങ്കിൽ വലിയ ദേഷ്യത്തിലായിരിക്കാം, വളരെ വലിയ സ്ട്രെസ്സിലുമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ആ സമയം നിങ്ങൾ ഒരു തീരുമാനവും എടുക്കാതിരിക്കൂ. അത് നിങ്ങൾ തെറ്റിലേക്ക് തന്നെ നയിക്കുന്നതായിരിക്കും. പകരം അല്പം ഒന്ന് ചിന്തിക്കുക. അല്പസമയം ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. എന്നിട്ട് മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം ഒന്നും കൂടി നന്നായി ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. അത് നിങ്ങൾ തെറ്റിലേക്കല്ല, മറിച്ച് നന്മയിലേക്ക് തന്നെ നയിക്കുന്നതായിരിക്കും. ആ തീരുമാനം ഉറപ്പായും ശരിയായിരിക്കും. So, the most powerful thing in life is our thinking,
which has ability to change any situation. കൂട്ടുകാരെ, എന്ന് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നു, അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ നാം തോറ്റുപോയെന്ന് വരാം, പക്ഷേ അപ്പോഴും അഭിമാനത്തോടെ നിനക്ക് പറയാം ദാറ്റ് ഐ ആം ഡിഫറെന്റ്. സോ ഫ്രണ്ട്സ്, ബി ഡിഫറെന്റ്, ബി കോൺഫിഡൻറ്റ് ആൻഡ് ബി സ്ട്രോങ്. നൗ slowly open your eyes and feel the positivity around you. Signing by Ramya. Thank you, friends. മിസ്സേ ഒരു മിനിറ്റ്. യെസ് പ്ലീസ്. ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. എൻ്റെ പേര് രേഷ്ന. ഞാൻ റെഗുലർ ലൈവ് ക്ലാസ് സ്റ്റുഡൻ്റ് അല്ല, റെക്കോർഡഡ് സ്റ്റുഡൻ്റ് ആണ്. എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇതിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ദസറ ഹോളിഡേയ്സിന് വേണ്ടിയിട്ട് ഒരു 10 days ഹോളിഡേയ്സ് തന്നിരിക്കുകയാണേ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഒരു കവിത ചൊല്ലട്ടെ. ONV കുറുപ്പിൻ്റെ ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന കവിതാ സമാഹാരത്തിലെ ഗോതമ്പു മണികൾ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത്. പേരറിയാത്തൊരു പെൺകിടാവേ, നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പ കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻ മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലൂസില്ല, മെയ്യിൽ അലങ്കാരമൊന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിത്തുടങ്ങിയ പോലെയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ്. കോതമ്പു പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ്. കത്തും വളറി പോൽ ചുട്ടു പഴുത്തൊര കുഗ്രാമഭൂവിൻ കുളിരാണ്. ആരെയോ പ്രാഗി മടയ്ക്കുമോരമ്മയ്ക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ്. ആരാന്റെ കല്ലിന്മേൽ രാഗി അഴിയുന്നോരച്ഛൻ്റെ ആശതൻ കൂടാണ്. താഴെയുള്ളിത്തിരി പോന്ന കിടാങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ്. പേരറിയാത്തൊരു പെൺകിടാവേ, എനിക്കേറെ പരിചയം നിന്നെ. താങ്ക് യു. ഓക്കെ, രേഷ്ന എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഹലോ, മ്യൂട്ടാ. ഹൈദരാബാദ് ആണ്. ഓക്കെ ഓക്കെ ഫൈൻ, വെരി നൈസ് ആൻഡ് ഹാപ്പി ടു മീറ്റ് യു ഹിയർ. നല്ല പ്രേയർ തുടങ്ങി, ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ മിസ് വന്നു തുടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ശ്രുതി ആൻഡ് പ്രേയർ ചെയ്തത്. റൈറ്റ്, മെഡിറ്റേഷൻ ഓൾസോ വാസ് വെരി നൈസ്. ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ആയിരുന്നു. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട്. നമ്മൾ എവിടെയായി? വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷനിൽ 4th പോയിന്റ് വരെ പറഞ്ഞു. ഇനി 5th സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ ഫൈൻ. അനു ലെഫ്റ്റ് ആയി തോന്നുന്നല്ലേ? അനുവിന്റെ ഫോൺ കംപ്ലൈന്റ് ആണ്. മെസ്സേജ് അല്ല മിസ്സേ, ശരിയായി. 2 ദിവസമായിട്ട് വെള്ളിയാഴ്ച കംപ്ലൈന്റ് ചെയ്തതാണ്, ഡിസ്പ്ലേ പോയതായിരുന്നു. അപ്പൊ 2 ദിവസമായിട്ട് ഗ്രൂപ്പിലൊന്നും ആക്റ്റീവ് അല്ല. അപ്പൊ എല്ലാരും ഇങ്ങനെ അന്വേഷണമായിരുന്നു, എവിടെയായിരുന്നു. ഫോൺ തുറക്കാൻ പറ്റില്ല, മൊത്തം മെസ്സേജസ് ആയിരുന്നു. ഇപ്പോഴാണ് എന്റെ ഫോൺ കൈ കിട്ടുന്നതേ. ഇപ്പൊ ക്ലാസ് കയറണമെന്നുള്ളതുകൊണ്ട് രാവിലെ തന്നെ ഫോൺ മേടിക്കാൻ പോയിരുന്നു. അത് ശരി. സാധാരണ എനിക്ക് പലപ്പോഴും ലിങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഞാൻ ക്ലാസ് ഇതാണോ എന്ന് ഉറപ്പാക്കണത്. ചിലരുടെ വീഡിയോ ഓൺ ചെയ്തിരിക്കുമല്ലോ, അപ്പൊ അനുവൊക്കെ വീഡിയോ
14 അപ്പൊ ഒരു കൺഫേം ആക്കുന്നത് അങ്ങനെയാണ്. ഞാൻ മാറി കയറുന്ന ഒരു ആളാണ്, ലിങ്ക് മാറി ചിലപ്പം വേറെ ക്ലാസ്സിലേക്ക് കയറിപ്പോകും. അപ്പൊ ചില ആളുകൾ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ചില പേരുകൾ കേട്ടോ, ചില പേരുകൾ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. പിന്നെ പ്ലീസ് എക്സ്ക്യൂസ്, കുറച്ച് പേരെ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ എനിക്ക് എന്റെ വലുതാക്കി തന്നെ പിൻ ചെയ്ത് തന്നെ എനിക്ക് 6 പേരെ കാണാൻ പറ്റും. ആൻഡ് ദീപയായിരുന്നു സൈൻ ഇൻ, റൈറ്റ്? സൈൻ ഇൻ ആണോ? ഓക്കെ. നമ്മളുടെ മെഡിറ്റേഷൻ ചെയ്ത ആരായിരുന്നു? ഞാൻ പേര് രമ്യ. രമ്യ. ഓക്കെ, രമ്യ. ടു ഗുഡ്. ഇടയ്ക്ക് മെഡിറ്റേഷൻ വേണം. ശരിക്കും എവറി ഡേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നാണ് കേട്ടോ. നമ്മളൊരു മോണ്ടെസോറി ഫെസിലിറ്റേറ്റർ ആകണമെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ഒബ്സർവേഷൻ ആണ്. കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ വേണം. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എവറി ഡേ ഒരു മിനിമം ഒരു 10 minutes എങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം. ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്, പക്ഷെ 1 hour നമുക്ക് എല്ലാം കൂടെ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് സൈൻ ഇൻ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷനിലൂടെ ചെയ്യാം. അതിന് ഇച്ചിരി ടൈം എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് health education, right? സുരേഷ്ന എല്ലാ ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റാത്ത ആളാണ്. പക്ഷെ ഇങ്ങനെ അവർക്ക് ഹോളിഡേ വന്നത് കാരണം കയറാനായിട്ട് പറ്റി. ഇപ്പൊ ഒരു കവിത വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ കേട്ടോ. കാരണം 3 പേർക്കല്ലേ ചാൻസ് ഉള്ളൂ. പ്രെയർ, സൈൻ ഇൻ, തോട്ട് ഫോർ ദ ഡേ, അതുകൊണ്ട് വേണ്ട അങ്ങനെ വിചാരിക്കേണ്ട. ദിസ് ഇസ് അവർ പ്ലാറ്റ്ഫോം. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ് ടൈം ഒന്നും കുറഞ്ഞു പോവില്ല. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ക്ലാസ് എടുക്കും. നൈറ്റിൽ ഞാൻ എക്സ്ട്രാ ക്ലാസ് വെക്കും. ഓക്കെ, സോ ഇവിടെ വരെ 2 പോയിന്റോ എന്തായിരുന്നു പറഞ്ഞേ? കിട്ടില്ല. 4th പോയിന്റ് കഴിഞ്ഞു. 5th പോയിന്റ്. ഓക്കെ, താങ്ക് യു. സോ ഹു ഈസ് ഗോയിങ് ടു ഡു റീഡ്? ഞാൻ റെഡി ആണ്. മാം, യെസ് മാം അസൈൻമെന്റ് ഇട്ടില്ല. മിസ് ഞാൻ വെരി സോറി. ഇട്ടേക്കാം. പരീക്ഷയുടെ തിരക്കാണ്. നിങ്ങളുടെ മറ്റു ബാച്ചുകളിലൊക്കെ മെയിൻ എക്സാമും വൈവ പിന്നെ ടേം എക്സാമിനേഷൻ ഒക്കെ നടക്കുക. അപ്പൊ നമ്മൾ നിങ്ങളെ പറ്റിയ സൈഡിലേക്ക് ആക്കും. പുതിയ ബാച്ചുകളെ സൈഡിലാക്കും. നമ്പർ കാർഡ്, പിക്ചർ കാർഡ് 3 ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളർ കാർഡ് കാണിക്കാനാണ്. ചെയ്തോ? സ്നേക്ക് മിസ്. എന്തോ സ്നേക്ക് സ്നേക്ക് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കൈ ഓക്കെ ആണോന്ന് മേബിയ ചോദിച്ചിട്ടുണ്ട്. യെസ്, കൈയൊക്കെ ഓക്കെ ആകും. പക്ഷെ ഇടയ്ക്കൊരു വീണൊക്കെ വരും. നമ്മളിങ്ങനെ ഒന്നും ആകുമ്പോഴേക്കും നമ്മള് ജോലികളൊക്കെ ഇങ്ങനെ എടുത്തു തുടങ്ങുമല്ലോ. ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇടയ്ക്ക് റെസ്റ്റ് വേണം തോന്നുമ്പോ ഞാൻ ആ ബാൻഡേജ് കെട്ടിവെക്കും. എവിടെ കാണുന്നില്ലേ മിസ്? കണ്ടു. ഓ, നല്ല വലുതാണല്ലോ. ഇത്രയും വലിയ സ്പഞ്ച് എവിടെ നിന്ന്? ഇതാണോ? ഇല്ല മിസ്, ചെറുതാണോ? അല്ലല്ല, ചെറുതാണോ? അതിങ്ങനെ അടിച്ചപ്പോ ഞാൻ വലുതാന്ന് വിചാരിച്ചു. വെരി ഗുഡ്, നന്നായി. ഇത്തിരി വലുതായിട്ട് തോന്നാനായിട്ട് കണ്ടുപിടിച്ച ഐഡിയ. ക്യാമറയുടെ അടുത്ത് കൊണ്ടുള്ള കുറച്ച് വലുതായിട്ട് കാണുമല്ലോ. ഒരെണ്ണം മോള് കൊണ്ടുപോയി മിസ്. എവിടെ വെച്ചോന്ന് അറിയില്ല. 2 ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം മോൾക്കും എക്സ്ട്രാ ചെയ്തു. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുവാള്. അതിന് ഓവറോൾ കോസ്റ്റ് എത്രയായി? ഓവറോൾ കോസ്റ്റ് മീൻസ് ഈ സ്പോഞ്ചിന് 20 rupees ആയിട്ടുള്ളൂ. ഈ ഇത് നമുക്കൊരു ഇതായിട്ടാ കിട്ടിയത്, ഈ റെഡ്. അതെ, കണ്ണിന് 7 രൂപ എന്തോ ഉള്ളൂ മിസ്. ഒരെണ്ണത്തിന് 7. 17, 20, 32. അപ്പം ടോട്ടല് 17, 20 + 32. ഇത് 2-3 ഐറ്റത്തിന് സ്നേഹിക്കിനും എടുക്കാലോ മിസ്.
അപ്പൊ അതുകൊണ്ട് അതൊരു ഇതാണ് വാങ്ങിച്ചേക്കണേ. എത്ര ടൈം എടുത്തു? എത്ര ടൈം ഇത് അറിയായിരുന്നു മിസ് ചെയ്യാൻ. റബ്ബർ ബാൻഡ് 2 സൈഡ് കെട്ടി, അതേപോലെ താഴെയും 2 സൈഡ് വെച്ചു. പിന്നെ ഇത് വരച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചതാണ്. പിന്നെ ഇത് പെട്ടെന്നായി മിസ്, അധിക സമയം എടുത്തില്ല. ഓക്കെ, താങ്ക് യു മിസ്. മിസ്സേ ആ ഞാനും ചെയ്തിരുന്നു കേട്ടോ. എന്തൊരു മനപ്പൊരുത്തം. മഞ്ഞ തന്നെയാണോ അതും? മിസ് ഞാനും ചെയ്തായിരുന്നു. എവിടെ? ഷേപ്പ് അതും കാർഡ് മഞ്ഞയാണോ? മിസ്, മിസ് ഇങ്ങനത്തെ അല്ലേ ഷേപ്പ് വിത്ത് കളർ എല്ലാം ചെയ്തിട്ടുണ്ട് മിസ്. പരമാവധി ചെയ്തിട്ടുണ്ട്. സ്നേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കാണിക്കാവുന്നതൊക്കെ കാണിച്ചോളൂ എല്ലാരും. ആരൊക്കെയോ ഇടയ്ക്ക് വോയിസ് വന്നു, ആരാ എന്താന്ന് മനസ്സിലായില്ല. റോഷ്മി ഇല്ല, യെസ്. കണ്ടോ മിസ് സ്നേക്ക് കണ്ടോ? ഒരു മിനിറ്റ്, റോസിനെ ഒന്ന് പിൻ ചെയ്ത് നോക്കട്ടെ. കൊള്ളാം. ഇതെന്താ വൈറ്റ് ആണോ? എന്താ കളറ്? ക്ലിയർ ആവുന്നില്ല കളറ്. ഇവിടെ റിബൺ വെച്ച് ഞാൻ ഹലോ കിറ്റി ക്യാറ്റ് മനസ്സിലാക്കുന്നുണ്ട്. മീശ എന്താ ഇവിടെ വരച്ചു വെക്കുവാണോ അതോ എന്തെങ്കിലും ഉണ്ടോ മീശ? റിബൺ ഞാൻ വരച്ച് ഇതൊക്കെ പെയിന്റ് ചെയ്താണ്. ഇത് റിബൺ വെച്ചതല്ല. സമയം കുറെ എടുത്തോ? ഇല്ല, കുറച്ച് സമയം എടുത്തു. ഓക്കെ, അടുത്ത ആരോ എന്തോ കൊണ്ടുവന്നല്ലോ, എന്തോ ഒരു കാർഡ്. ബേർഡ് കാർഡാണ് മിസ്. മീൻ ചെയ്യാനുണ്ട് മിസ്, കുറച്ചുകൂടി മുഴുവനായിട്ടില്ല. മിസ് അതെ, നമുക്ക് പേര് ടൈപ്പ് ചെയ്തിട്ടാലേ മിസ് വിളിച്ചാ മതി, അപ്പൊ അവർക്ക് വർക്ക് കാണിക്കാലോ. ശരി ശരി, താങ്ക് യു. നല്ലൊരു ഐഡിയ. കുറെ പേര് കാണുന്നുണ്ടല്ലോ. ഈ പേര് ഇവിടെ ഇട്ടിരിക്കുന്നതൊക്കെ വർക്ക് കാണിക്കാനുള്ളതാണോ? അതെ മിസ്സേ, ഫസ്റ്റ് ഞാനാണ്, കാണിച്ചോട്ടെ? ഞാനൊന്ന് ഓർഡറിലൊക്കെ കേട്ടോ. ഞങ്ങൾ എല്ലാ ക്ലാസ് റൂമിലും അങ്ങനെയാ മിസ് ചെയ്യുന്നത്, ഇങ്ങനെ പേര് ടൈപ്പ് ഇട്ടിട്ട്. അപ്പൊ നിങ്ങൾ ഞാൻ വിളിക്കണില്ല, നിങ്ങൾ ആ പേര് നോക്കി നിങ്ങൾ അങ്ങ് കാണിച്ചു മതി. ഇത് മിസ് ടെഡി ബിയർ ആണ്. വെരി ഗുഡ്. ഇത് സ്നേക്ക്. അത് ക്യാമറയുടെ അടുത്തേക്കൊന്ന് കാണിക്കാമോ ലുദിയ? സ്നേക്ക് ജസ്റ്റ് ഒന്ന് അതിനെ മൂവ് ചെയ്യിക്കാമോ? അങ്ങനെ കൊള്ളാലോ. മിസ് ഇത് നമ്മുടെ ഈ കാർഡ്സ് ആണേ. ഒന്നൊരു മിനിറ്റ് ഞാൻ കാണിച്ചതേ. ഇത് പിക്ചർ കാർഡ്, ഇത് ഷേപ്സിന്റെ കാർഡാണേ. ഇത് കളർ കാർഡ് ഡിഫറെന്റ് ആയിട്ടാ ചെയ്തിരിക്കുന്നത് മിസ്സേ. ഇതൊക്കെ കളർ കാർഡാണ്, ഈ ബ്രൗൺ ഇതൊക്കെ പിക്ചർ കാർഡ്. ഇത് വേർഡ്സിന്റെ കാർഡാണ് മിസ്. കാണുന്നുണ്ടോ? കാണാം. കൊള്ളാലോ. ഇപ്പോഴേ ചെയ്തു വെച്ചാൽ വൈവയുടെ ടൈം ആവുമ്പോ നിങ്ങൾക്ക് ഒട്ടും സ്ട്രഗിൾ ചെയ്യേണ്ട വരില്ല. വളരെ കൂളായി വൈവ അറ്റൻഡ് ചെയ്യാം. കഴിഞ്ഞു കേട്ടോ മിസ്സേ, എന്റെ കഴിഞ്ഞായിരുന്നേ. മിസ്സേ അടുത്ത ഞാനാണ് ഐശ്വര്യ. ഐശ്വര്യ പ്ലീസ്. മിസ് ഇത് കളർ ചാർട്ടാണ്. സൈഡൊക്കെ നല്ല ഫൈനായിട്ട്. ഇത് ഷേപ്സിന്റെ. ഇത് അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പർ ആണ് കേട്ടോ മിസ്. ഇതിങ്ങനെ നമുക്ക് പേസ്റ്റ് ചെയ്യാം, ഭിത്തിയിൽ വേണമെങ്കിൽ പുറകിന്ന് പൊളിച്ചിട്ട്. ഇത് ഞാൻ പിക്ചർ കാർഡ്സ് ഞാൻ തന്നെ വരയ്ക്കുക ചെയ്തത്. വെരി ഗുഡ്, താങ്ക് യു. ഇത് നമ്പർ കാർഡ്സ് അല്ല, സോറി, വേർഡ് കാർഡ്സ്.
മിസ്സേ ഞാൻ സ്നേഹിക്കും പാവയുണ്ടാക്കിയില്ല, ടൈം കിട്ടിയില്ല. ഞാൻ നാളെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് സബ്മിറ്റ് ചെയ്യാം മിസ്. ഓക്കെ ഓക്കെ. ഇനി ഞാനാണ് മിസ്സേ. ആരായിരുന്നു? ദീപ. ഇത് റാബിറ്റർ. അതെങ്ങനെ ഉണ്ടാക്കി? എന്തൊക്കെയുണ്ട് അതില്? പേപ്പർ ഉണ്ട്, ഗൂഗിളി ഐസ് ഉണ്ട്, സോക്സ് വെച്ചാ ഉണ്ടാക്കിയേ. കുറെ സമയം എടുത്തോ ദീപ? അരമണിക്കൂറോളം എടുത്തു. അത് ഒട്ടിക്കുമ്പോ താഴെ പോവൂലേ, അതുകൊണ്ട്. അതിനെത്ര കോസ്റ്റ് ആയി? പഴയ ഒരു സോക്സ് വാങ്ങണ്ട. ഗൂഗിളി ഐസിന് മാത്രമേ ഉള്ളൂ പൈസ ആയുള്ളൂ, 5 രൂപ. പിന്നെ ഒട്ടിക്കാനുള്ള ഗം അത് വീട്ടിലുണ്ടായിരുന്നു. കാണുന്നുണ്ടോ അല്ലേ? ദീപയെ അസിസ്റ്റ് ചെയ്യാൻ ആരുള്ളത്? കുഞ്ഞുണ്ട് വീട്ടില്. കുഞ്ഞിനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാണും അല്ലേ? എത്ര വയസ്സായി? അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ക്ലാസ്സിലേ ഇത് കാണാമോ മിസ്? എന്റെ നെയിം കാർഡും ഇതൊക്കെ കാണാമോ? കാണാം. കണ്ടോ മിസ്സേ? ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തോ? കുഞ്ഞും ചെയ്യും, ഹസ്ബൻഡും ചെയ്യും. പിന്നെന്താ വേണ്ടത്? നമ്മളെല്ലാരും മോണ്ടിസോറി മെത്തേഡ് പഠിപ്പിക്കും. നാട്ടുകാരെയൊക്കെ നന്നാക്കി എടുക്കും. അതെ അതെ മാം. താങ്ക് യു മാം. ഞാൻ കാണിച്ചു. ഓക്കെ പ്ലീസ്. പിക്ചർ കാർഡ്, ബേർഡ് കാർഡ്, ഇത് ഷേപ്സും കൂടിയുള്ളത്. അതെ. ഓക്കെ ഗുഡ്. ടൈം കിട്ടിയില്ല, ചെയ്യാം. ഓക്കെ താങ്ക് യു മിസ്സേ. ഞാൻ കാണിക്കട്ടെ? കാണിക്കൂ. ആരായിരുന്നു? അർച്ചനയാണോ? അതെ. പിക്ചർ കാർഡ്. ഓക്കെ നൈസ്. വേർഡ്സ് കാർഡ്. വേർഡ്സ് കാണാവോ മിസ്? കാണാം. കളർ കാർഡ്. മറ്റേ 2 ഞാൻ ഉണ്ടാക്കിയില്ല മിസ്, അത് സമയം കിട്ടിയില്ല. അത് നിർബന്ധം. ഏതാണ് വെച്ചിട്ടുള്ളതാണോ? ആരുടെയും സ്നേഹിക്കിന്റെ വെച്ചിട്ട് ഉണ്ടാക്കും. നമുക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കയ്യില് ഇതുപോലുള്ള പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് നല്ലതാണല്ലോ. സ്നേക്കിന്റെ ഒക്കെ ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലിട്ട് ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. ഓക്കെ, അടുത്ത അനുമോളാണോ? അടുത്ത ആരാ? ഞാനാ മിസ് അനുമോൾഡി. ഇത് വേർഡ് കാർഡ്, ഇത് പിക്ചർ കാർഡ്. ഓക്കെ, വെരി ഗുഡ്. ഇത് കളർ കാർഡ്. ഇപ്പൊ സ്നേഹിക്കും റാബിറ്റും ഞാൻ അടുത്ത ക്ലാസ്സിൽ സബ്മിറ്റ് ചെയ്തോളാവേ. കുറച്ച് ടൈം കൊടുത്ത് ചെയ്താൽ മതി. ഈ ദിവസം തന്നെ ചെയ്ത് തീർക്കണം അങ്ങനെയൊന്നും ഒരു നിർബന്ധം പറഞ്ഞില്ല. പക്ഷെ വൈകി ആവുമ്പോൾ സ്ട്രഗിൾ ചെയ്യരുത്, എല്ലാം കൂടെ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യരുത് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞത്. ഇനി ആരാ ഉള്ളത്? നെക്സ്റ്റ് നിക്കിത്തയാണോ? വേർഡ് കാർഡ്, പിക്ചർ കാർഡ്, കളർ കാർഡ്. നേക്കിന്റെയും ടെഡി ബെയറിന്റെയും നെക്സ്റ്റ് ക്ലാസ് കാണിക്കാം മാം. ഓക്കെ.
നെക്സ്റ്റ് പേര് നെക്സ്റ്റ് ഞാനാണ് മാം. കവിത. പിക്ചർ കാർഡ് കാണുന്നില്ലേ മാം? ആണോ? വേഡ് കാർഡ്, കളർ കാർഡ്, വിജിയോറെ ചെയ്തത് കളർ കാർഡ്. അതിന്റെ ഷേപ്പും കൊടുത്തു അല്ലേ? ഷേപ്സും കൊടുത്തു. പിന്നെ ടെഡി ബിയറും ഇതൊക്കെ ഞാൻ പിന്നെ അടുത്ത ക്ലാസ്സിൽ ചെയ്തോളാം. ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു മാം. ഷെഡ്യൂൾ ചെയ്താൽ മതി ഓരോ വർക്ക്. അടുത്ത ഞാനാണ് മിസ്സേ. പിക്ചർ കാർഡ്, വേർഡ് കാർഡ്, ഷേപ്പ് കാർഡ്. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് ഞാനാണ് മാം. ശരി. ഫസ്റ്റ് സ്നേക്ക് കാണിക്കാം. ഓക്കെ, അതെന്താ സോക്സ് തന്നെയാണോ അത് ബ്ലാക്ക്? സോക്സ് ആണ്. പിന്നെ ഞാൻ നോക്കുവായിരുന്നു പിങ്ക് ആരും ഇതുവരെ എടുത്തില്ലേന്ന് ആലോചിച്ചിട്ടിരിക്കുകയായിരുന്നു ഡോളിന്. പിന്നെ റാബിറ്റിന്റെ ഒരു ഇത് മാസ്ക് പോലെ. പിങ്ക് ഉണ്ട് മിസ്. മോള് എവിടെയോ കൊണ്ടുപോയി ഇട്ടു. മോള് എനിക്ക് സംശയം ഉണ്ടാവുള്ളൂ സ്കൂളിൽ ബാഗിലിട്ട് കൊണ്ടുപോയോന്ന്. ഓ, അത് ശരി. പിക്ചർ കാർഡ്, പിന്നെ കളർ കാർഡ്, പിന്നെ നമ്പർ, ആരെങ്കിലും ഉണ്ടോ പേര്? ഓക്കെ, ഫൈൻ. ഓക്കെ, വെരി നൈസ്. ആരാ? രശ്മിയാണോ റോസ്മിയാണോ ചെയ്യാൻ പോകുന്നത്? റോസ്മി കഴിഞ്ഞിട്ട് രശ്മി ചെയ്യാം. ഇത് കണ്ടായിരുന്നല്ലോ മിസ്സേ. അത് പിന്നെ ഞാന് മറ്റേ സോക്സ് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഗൂഗിളിൽ ഇങ്ങനെ കണ്ടാണ് പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇത് കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിക്കാൻ പറ്റും തോന്നുന്നല്ലേ? എന്റെ മോന് ഇത് കണ്ടിട്ട് അവൻ വന്നിട്ട് അവനും വരയ്ക്കണ്ട ഉണ്ടാക്കി. ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടിട്ട് ഒരു രക്ഷയില്ല. മോള് അതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നും പറഞ്ഞ് വാശിയായിരുന്നു. റോസ്മിക്ക് ഓടിയൊക്കെ അയച്ചു, എനിക്ക് ഉണ്ടാക്കി തരും റോസ്മി ആന്റിന്ന് ചോദിച്ചിട്ട്. വേർഡ്സ് കാർഡ് ഇങ്ങനെ ഞാൻ കെട്ടി വെച്ചു മിസ്. കുറെ കാർഡ് ഉള്ളതുകൊണ്ട് മിസ്സായാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ഇത് കളർ കാർഡ്, ഷേപ്പ്, ഇത് എല്ലാം കെട്ടി വെച്ചു. കളർ ഓരോന്ന്. പിന്നെ പിക്ചേഴ്സ്, പിന്നെ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മിസ്. അപ്പൊ അതുകൊണ്ട് ചെയ്തു. എന്താ തീം ചെയ്തേക്കുന്നേ? വെജിറ്റബിൾസ്. സോ എല്ലാരും ഒരു ഫാമിലി ആയി മാറിക്കഴിഞ്ഞു. മക്കൾ വരെയും ഇപ്പോ എല്ലാവരുമായിട്ട് കണക്ഷൻ ആയല്ലേ? റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. അവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വൈവ സമയത്ത് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ഈ വേർഡ് റീഡിംഗ് കാർഡ് അങ്ങനത്തെ ഒക്കെ എഴുതുമ്പോൾ നമ്മൾ അതില് പേര് എഴുതില്ലേ? ഇനിയിപ്പം എവിടെയെങ്കിലും നമ്മൾ ക്യാരി ചെയ്ത് സ്കൂളിലൊക്കെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ക്യാരി ചെയ്ത് പോകുമ്പോൾ വെള്ളം വീണത് ചിലപ്പോ ഇങ്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ ചാർട്ട് പേപ്പറിൽ. അപ്പൊ വേണമെങ്കിൽ അതിന്റെ ലെറ്ററിന്റെ വീതിയിലുള്ള സെലോ ടേപ്പ് അതിന്റെ മുകളിൽ വെച്ച് വേണമെങ്കിൽ ഒന്ന് സെക്യൂർ ചെയ്യാം. അപ്പൊ പിന്നെ അതങ്ങ് സ്പ്രെഡ് ആവില്ല. നമുക്ക് കുറെ നാള് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഇരുന്നോളും. ചാർട്ട് പേപ്പറിന്റെ കളർ ചിലപ്പോൾ ഡിം ആവുമായിരിക്കും, പക്ഷെ ലെറ്റർ നല്ല സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. രശ്മി ഉണ്ട് മാം. രശ്മി ഉണ്ടോ? ഓക്കെ, ഐ എം വെരി സോറി, ഞാൻ ഓർത്തില്ല. ലിസ്റ്റിൽ ഇനിയുണ്ട് മാം. ഇനിയുണ്ടോ?
എന്നാ നിങ്ങൾ ചെയ്തോളൂ, ഞാൻ കണ്ടില്ലേ. യെസ് രശ്മി. മിസ്സേ ഒരു മിനിറ്റ്. രശ്മിയാണോ? ഞാൻ റോസ്മി തന്നെ വീണ്ടും പിൻ ചെയ്തു. ഞാൻ പിൻ ചെയ്ത് ഓരോരുത്തരും രശ്മി. രശ്മിയാണ് മിസ്. കാണാമോ മിസ്സേ? കാണാം. അയ്യോ എന്തുപറ്റി? എന്തോ പറ്റി മിസ്. ഇത് ഫ്ലോറിൽ വെച്ചിട്ടാണോ കാണിക്കുന്നത്? ഓക്കെ. കുഞ്ഞുണ്ട് അടുത്ത്, അതാ. മോനുണ്ട്, അതാ തട്ടിക്കളയുക. അയ്യോ ചെറിയ കണ്ടായിരുന്നോ മോനാണല്ലോ. മിസ്സേ? അല്ല കണ്ടു. കുഞ്ഞാളാ, ഒരു 1.5 വയസ്സായിട്ടുള്ളൂ. ഇനി ആരായിരുന്നു? മിസ് അടുത്തത് ഞാനാണേ. മിസ് ചോദിച്ചായിരുന്നു രശ്മിയുടെ അടുത്ത്, കുഞ്ഞിനെ കാണിക്കാനാണോ മിസ്? ഇല്ല. ഇല്ലല്ലോ. മിസ് ഇത് വേർഡ് ചാർട്ടാണേ, വേർഡ് കാർഡ്സ്. ഓക്കെ. പിന്നെ ഇത് പിക്ചർ കാർഡ്സ്. ചെയ്തുള്ള മിസ്. പിന്നെ ഞാൻ ഇതൊന്ന് വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കി. ചാർട്ട് പേപ്പർ വെച്ചിട്ടാ? ചാർട്ട് പേപ്പർ വെച്ചിട്ട്, കട്ടിയിലെ ചാർട്ട് പേപ്പർ അല്ല മിസ്, കാർഡ് ബോർഡ് വെച്ചിട്ട് ബോക്സ് ഫ്രെയിം ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ പേപ്പർ ഒട്ടിച്ചു. ഇങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. മിസ് ഓക്കെ, ഇനി ആരാ? മിസ് ഞാനാണ്, കാണിച്ചോട്ടെ? അൻസു മോൾ അല്ലേ? യെസ് പ്ലീസ്. വേർഡ് കാർഡ്, പിക്ചർ കാർഡ്, ഓക്കെ, കളർ കാർഡ്. ഓക്കെ, വെരി ഗുഡ്. നല്ലപോലെ ബൗണ്ടറി ഒക്കെ ചെയ്ത്. അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. വിജയശ്രീ ആണോ? മ്യൂട്ടാ ജയശ്രീ. ഓക്കെ. പിക്ചർ കാർഡ് കണ്ടോ മിസ്? ഫസ്റ്റ് തൊട്ട് കണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ടും ചെയ്തിട്ടുണ്ട് മിസ്, കുറച്ച് ബാക്കില്. റാബിറ്റ്, ഐസ്ക്രീം, ബസ്, ജാറ്, സ്കൂട്ടർ. പിക്ചർ കാർഡാണ് മിസ്. ഇത് കളർ വിത്ത് ഷേപ്പ് കാർഡ് മിസ്. വേർഡ് കാർഡ് മിസ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മിസ്. ഇനി ആരാ ഉള്ളേ? കഴിഞ്ഞ മിസ്സേ. കഴിഞ്ഞു. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ഈ രീതിയിൽ സൗമ്യ. ഇത് പിക്ചർ കാർഡ്, വേർഡ് കാർഡ്, പിന്നെ ഇത് കുറച്ച് അബദ്ധം പറ്റിപ്പോയി. അത് ഞാൻ വേറെ ആയിരുന്നു, പിന്നെ ബ്ലാക്ക് വാങ്ങിച്ചിട്ട് പിന്നെ ചെയ്തപ്പം വേർഡ്സ് കുറച്ചുകൂടെ ഒരു ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്യുന്നു. കളർ ചെയ്തപ്പോ നമുക്ക് കളറിന് അത്ര ഹൈലൈറ്റ് ആയില്ല, കളറിന്റെ നെയിം ഹൈലൈറ്റ് ആയില്ല. നേരത്തെ ചെയ്തു, പക്ഷെ ഒരു അബദ്ധത്തിന് ഞാന് വേറൊരു കളർ വെച്ചു, പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്കൊരു മനസ്സമാധാനം ഇല്ലാതെ ഞാൻ അതിന്റെ മുകളിൽ കൂടെ അതായത് പിങ്കിന്റെ ഒക്കെ കളറിൽ ഇച്ചിരി വ്യത്യാസം തോന്നുന്നുണ്ടോ? അത് കുറച്ച് ഇതാക്കി, അതിന് സമയം പോലെ ഇതിനത് മാറ്റണം. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ഫൈൻ. ഓക്കെ, നമ്മള് ഞാൻ അടുത്ത ആഴ്ച കാണിക്കാം, കംപ്ലീറ്റ് ആയിട്ടില്ല.
നോ പ്രോബ്ലം. വൈകാതെ കുറേശ്ശെ ചെയ്തു വെച്ചാൽ മതി. കാരണം നിങ്ങൾ ലാസ്റ്റ് സ്ട്രഗിൾ ചെയ്യണ കാണണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാ. നമുക്ക് ആർക്കും മാർക്ക് കുറയ്ക്കുന്നത് താല്പര്യമില്ല. പക്ഷെ ഒന്നും ചെയ്തിട്ട് നമ്മൾ തരുമ്പോൾ നമുക്കും സന്തോഷം, നിങ്ങൾക്കും എഫേർട്ടിനാണല്ലോ കിട്ടിയെന്നുള്ള ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവും. മിസ്സേ ഞാൻ ചെയ്യണം. മിസ്സേ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ. സ്നേഹിക്കും കാണാതെ പോയ 2 ടോയും നെക്സ്റ്റ് വീക്കിൽ കാണിക്കാം മിസ്. കാണാതെ പോയി. മോള് വന്ന ഉടനെ ജേസിന് ബാഗ് പരിശോധന ഇരിക്കും. മോളത് ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അയ്യോ അല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു മിസ് ഇവിടെ, പെട്ടെന്നാണ് കാണാണ്ടായത്. സ്കൂളിൽ കൊണ്ടുപോയി വളരെ പ്രൗഡായിട്ട് എന്റെ അമ്മ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രൗഡായിട്ട് പറയാം. കുട്ടികളുടെ സന്തോഷം അത്രയേ ഉള്ളൂ നമുക്ക്. അങ്ങനെ പലപ്പോഴും വൈവിക്ക് വരുമ്പോഴേക്കും പലരും ഇതിന്റെ തന്നെ പിങ്ക് കളറാണ് മിസ്. മനസ്സിലായി. ഇതിന്റെ തന്നെ പിങ്ക് ആണ് ചെയ്തത്. അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവൾക്ക് ആഗ്രഹം ചെയ്യണം. അപ്പൊ 2 എണ്ണം അവളൊന്നും അവൾക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാ. ഓക്കെ. വൈവ സമയത്ത് വന്ന അമ്മമാര് പറയണത് ഞാൻ എല്ലാം ചെയ്തിരുന്നു, മോനെടുത്ത് അല്ലെങ്കിൽ മോളെടുത്തത് മുഴുവൻ. അവര് കളിക്കുന്നതാ. കളിച്ചപ്പോ ചാർട്ട് പേപ്പർ അല്ലേ, അധികം അത് പെട്ടെന്ന് മടങ്ങി ഓടിക്കൊക്കെ പോവുമല്ലോ. അപ്പൊ അങ്ങനെ പോയി എന്ന് പറയും. നമ്മളത് കാര്യക്കാരില്ല, കുഴപ്പമില്ല എന്ന് പറയും. പിള്ളേർക്ക് ഇത് കാണുമ്പോ ഭയങ്കര അട്രാക്ഷൻ ആണ് മിസ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ മുകളിൽ വെച്ചിട്ടുണ്ട് മിസ്. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളില്. അത് ശരി. ഓക്കെ. സോ ആരോ റീഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലെ? ഞാൻ ചെയ്യാം മാം. To development and promote mental health, emotional health. Mental and emotional health is also evenly necessary in the school health programs. While physical health made a pupil physically fit, mental and emotional health allows him to maintain an even temper and happy disposition. പേജ് നമ്പർ ഒന്ന് ഇട്ട് വെച്ചേക്കോ. രമ്യാണോ ആരോ ചോദിച്ചല്ലോ പേജ് നമ്പർ. യെസ്. ഓക്കെ. നമ്മൾ 5th പോയിന്റ് ആയിട്ട് പറയുന്നു ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. നിങ്ങൾക്ക് 6th യൂണിറ്റ് ആയിട്ട് അത് വരുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞത്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമുക്ക് ശരീരത്തിന്റെ ആരോഗ്യം മാത്രം പോരാ, മനസ്സിന്റെ ആരോഗ്യവും അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? കഴിഞ്ഞ ഒരു സ്പീച്ചിൽ ഒരു സാറ് പറയുന്നുണ്ടായിരുന്നു. സാധാരണ അതായത് മെന്റൽ ഹെൽത്ത്, ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് സപ്ലിമെന്റ്സ് എടുക്കാം, മെഡിസിൻസ് ഡോക്ടേഴ്സ് കൊടുക്കും, ഭക്ഷണം ഡയറ്റ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്. മാം എന്തെങ്കിലും ക്ലാസ് എടുത്തായിരുന്നോ? ആർക്കാണ്? ഇപ്പൊ എന്തെങ്കിലും ക്ലാസ് എടുത്തായിരുന്നോ? എന്റെ നെറ്റ് പോയ കറണ്ട് പോയ കാരണം കട്ടായി പോയി. എത്ര നേരമായി ഹസൻ എവിടെ ഇല്ലായിരുന്നു? കുറച്ചു നേരമായി. ഇല്ല, കുഴപ്പമില്ല. അവിടെ എല്ലാവരും അവരവര് ചെയ്ത വർക്ക് കാണിക്കുമായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ജസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ അതിന്റെ ആ 5th പോയിന്റ് പറയുമായിരുന്നു. ടു ഡെവലപ്പ്, സ്ക്രീനിൽ കാണുന്നില്ലേ? ടു ഡെവലപ്പ് ആൻഡ് പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. അത് വായിച്ചോ മാം? അത് ബിന്ദുജ വായിച്ചു. ബിന്ദുജ അല്ലേ വായിച്ചേ? ഞാനാ വായിച്ചു. ഫയലുണ്ട് കേട്ടോ, പേജ് നമ്പർ 5. പറഞ്ഞോ? ഞാനത് പറയാൻ വന്നത്. ഓക്കെ മാം. ഓക്കെ. നിങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ട്. 6th ചാപ്റ്ററിലെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ശരിക്കും നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല, മനസ്സിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. നമ്മളുടെ എനിക്ക് തോന്നുന്നു ശരീരത്തിന്റെ ആരോഗ്യം നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ മനസ്സിന്റെ ആരോഗ്യം, മാനസിക ആരോഗ്യം നമ്മൾക്ക് ഹൈ ലെവലിലേക്ക് കൊണ്ടുവരാൻ നല്ല കഷ്ടപ്പാടാണ്. നമ്മൾ ഇടപെടുന്ന ആൾക്കാരെ വരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും. ഞാനൊരു ആസിഫ് അലിയുടെ ഒരു ഇന്റർവ്യൂല് കണ്ടതാണ്. ആസിഫ് അലി ഇങ്ങനെ പറയുന്നുണ്ട്,
സ്നേഹത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. കാരണം സ്നേഹം, ലവ്, വാംത്, കെയറിങ്, അഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മെന്റൽ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ്. ആസിഫ് അലി പറയുന്നത്, എനിക്ക് പരിചയമുള്ള ഒരാൾ എന്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചിരിയെങ്കിലും സമ്മാനിച്ചില്ലെങ്കിൽ ഞാൻ ടെൻഷനിലാവുന്നു. അതുവരെ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. എന്തുകൊണ്ട് അയാൾ ചിരിച്ചില്ല എന്നൊരു തോട്ട് വരില്ലേ, അതെങ്കിലും എനിക്ക് തരണം. അതാണ് മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നത് അവരുടെ മാനസികമായ ആരോഗ്യത്തെ നല്ല രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഒരു കഴിഞ്ഞ ദിവസം ഒരു സ്പീച്ചിൽ ഒരു സാർ പറയുന്നുണ്ടായിരുന്നു, പലപ്പോഴും കൗൺസിലിങ്ങും തെറാപ്പി ആയിട്ട് ആൾക്കാര് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡിങ് ആവാറുണ്ട്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് സ്റ്റെപ്പാണ്. അതായത് ഒരാള് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞ് ഡയറക്റ്റ് വരുവാണെങ്കിൽ അയാളുടെ മെന്റൽ ഹെൽത്ത് ശരിയാണ്, മെന്റൽ ഹെൽത്ത് നല്ലതായതുകൊണ്ടാണ് അയാൾക്ക് തോന്നുന്നത് യെസ് ഐ ഹാവ് സം ഇഷ്യൂ, സോ ഐ ഹാവ് ടു ഗോ ഫോർ എനി ഇന്റർവെൻഷൻ. എനിക്കൊരു കൗൺസിലിംഗ് ചെയ്ത് അത് കറക്റ്റ് ആക്കണം. അത് അയാളുടെ മെന്റൽ ഹെൽത്തിനെ അത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. അതേസമയം മെന്റൽ ഹെൽത്ത് ഒക്കെ ഡൗൺ ആയിട്ടുള്ള ആൾക്കാർ എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ പോകില്ല, ഞാൻ കൗൺസിലിങ്ങിന് പോകില്ല, ഞാൻ തെറാപ്പിക്ക് പോകില്ല. അവർക്ക് തെറാപ്പിയാണ് കൊടുക്കേണ്ടത്, കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല മെന്റൽ ഹെൽത്ത് ലോ ആയത്. അപ്പൊ അങ്ങനെ ഒരു സാറിന്റെ ഒരു സ്പീച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പൊ നമ്മളിതൊന്നും പ്രൊഫഷണലി ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്കറിയാം ഒരാൾക്ക് എന്ത് നമ്മൾ പകർന്നു കൊടുക്കണം എന്നുള്ളത്, എങ്ങനെയുള്ള ന്യൂട്രിയൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുത്താൽ അയാളെ അറിഞ്ഞോ അറിയാതെ ആരെയും വിഷമിപ്പിക്കരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുമായിരിക്കും അല്ലെ. നമ്മളുടെ പ്രെയർ ടൈമിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ കണ്ണടച്ചൊന്നിരിക്കുമ്പോൾ നമ്മൾ പറയും, എല്ലാരും പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിരിക്കും, അറിഞ്ഞോ അറിയാതെയോ ആരെയും വേദനിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് നമ്മൾ പറയുമായിരിക്കും. അവിടെ നമ്മളുടെ ദൈവത്തിനെയല്ല നമ്മളുടെ ഉള്ളിലോട്ടാണ് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഗോഡ് ഈസ് ഇൻസൈഡ് അസ്. അതുകൊണ്ടാണ് നമ്മളിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യണം. വളരെ അത്യാവശ്യമാണ്. സ്കൂളുകളിൽ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസിൽ ഇത് വളരെ അത്യാവശ്യമാണ്. സ്കൂൾ എന്ന് പറയുമ്പോൾ പഠനം, അക്കാദമിക്സിന്റെ മാർക്സ് ബേർഡൻ ആണ് കുട്ടികൾക്ക്. സിലബസിന്റെ താങ്ങാൻ പറ്റാത്ത സിലബസ്, ചിലപ്പോ ബാഗിന്റെ വെയിറ്റ് എല്ലാം അവർക്ക് വരും. അപ്പോൾ സ്കൂളില് ഈ +1 +2 കുട്ടികളിൽ കുറച്ച് പേരെ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോ കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇവർക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കും, പരീക്ഷയ്ക്ക് ആ സബ്ജക്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങാൻ പറ്റും. പക്ഷെ ലേസിനെസ് ഭയങ്കരമായിട്ട്, പാസ്സാകാനുള്ള മാർക്ക് മതി എന്ന് പറഞ്ഞ് ഒരു 100 വേർഡ്സിലോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനോ എഴുതേണ്ടത് ചുമ്മാ പോയിന്റ്സ് എഴുതി വെക്കും. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും 1-2 പോയിന്റ് ആയിട്ട്, ഒരു സ്ട്രക്ചറിലുള്ള സെന്റൻസ് പോലും അവർ എഴുതില്ല, കാരണം പാസ്സായാൽ മതി. അപ്പൊ ആ രീതിയിൽ കുട്ടികൾ പരീക്ഷയെ കാണുന്നു. നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ല ഇപ്പൊ ഉള്ള ജനറേഷന്. കുറച്ചു പേർക്ക് കേട്ടോ, എല്ലാരും അങ്ങനെയെന്നല്ല പറയുന്നത്, അവർക്ക് പാസ്സായാൽ മതി. ആ ഒരു രീതിയിലേക്ക് കുട്ടികൾ മാറുവാണ്. പിന്നെ ചിലയിടങ്ങളില് സ്കൂളുകളിൽ മാർക്സിന്റെ ഭയങ്കര ഒരു പ്രഷർ, കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നു. മാർക്ക് ലോ ആയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നു. ഇതൊക്കെ അവരെ മാനസികമായി ബാധിക്കും. പിന്നെ ഇന്നിപ്പോ ഒരു കുട്ടി ക്ലാസ്സിൽ ഷെയർ ചെയ്യുമായിരുന്നു, ഈ സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറ്റി കൂടുതലായിട്ട് എനിക്കറിയില്ല. ഈ സേ എക്സാമിന്റെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അല്ലെ, എത്ര % മാർക്ക് കുറയുന്ന കുട്ടികള് ഒരു പ്രാക്ടീസ് പോലെ സേ എക്സാം എഴുതിയിട്ട് അങ്ങനെ ചെയ്യിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അതെന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ചിന്തിക്കുന്ന, ഞങ്ങള് ഭയങ്കര മോശം, ആ ഒരു തോട്ട് അവരിൽ വരും. ചിലർ ഓക്കെ ആയിരിക്കും, അവർ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. പക്ഷെ ചിലർക്ക് ഭയങ്കര ഒരു ഷെയിം, അവരങ്ങ് നാണക്കേട് പോലെ ഒരു ഫീല് വരും. പാരന്റ്സിനും സെയിം ഫീല് വരും, നാണക്കേട് പോലെ ഫീല് വരും. പിന്നെ പാരന്റ്സിന്റെ ഒരു പ്രഷർ, സ്കൂൾ കാലഘട്ടത്തില് മാർക്ക് ഒരു ഭയങ്കര ഒരു കമ്പാരിസൺ ആണ്. അതായത് മറ്റേ ആളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം, ആ ഒരു രീതിയിലുള്ള ഒരു കമ്പാരിസണും കൂടെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ കുട്ടികൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. നോർത്തിൽ എവിടെയോ അങ്ങനെ ഒരു കുട്ടി വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കൊന്നതായിട്ട് ഒരു കേസ് കേട്ടിട്ടുണ്ട്. രണ്ടുപേരും +2 പഠിക്കുന്നു. അപ്പൊ ഭയങ്കര കൂട്ടായിരുന്നു, അവർ ഭയങ്കര ക്ലോസ് ആയിരുന്നു. രണ്ടുപേരും നല്ലപോലെ പഠിക്കും. അപ്പൊ മറ്റേ കുട്ടിയെക്കാളും മാർക്ക് നീ വാങ്ങാൻ പാടില്ല എന്ന് പാരന്റ്സിന്റെ പ്രഷർ. ആ കുട്ടിക്ക് മാർക്ക് കിട്ടിയപ്പോ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് കുട്ടിയെ കത്തിയോ എന്തോ ഷാർപ്പായിട്ടുള്ള എന്തോ ഒബ്ജക്ട് കയ്യിൽ വെച്ചിട്ട് ഈ കുട്ടിയെ കൊല്ലുന്ന, അതൊക്കെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന പ്രശ്നം. അപ്പൊ പാരന്റൽ പ്രഷർ കൊണ്ടും സ്കൂളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടും പലപ്പോഴും കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം എന്നാലും എന്റെ മോൾ ഇപ്പൊ +2 കഴിഞ്ഞു. പക്ഷെ അവള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ എത്തിയ ടൈമിലെ
അവള് ക്ലാസ് ടോപ്പ് ആയിരുന്നു, ടോപ്പ് മീൻസ് സെക്കൻഡ് ആയിരുന്നു. അപ്പൊ ഇവളുടെ ക്ലാസ്സിൽ തന്നെ വേറൊരു പെൺകുട്ടിയുണ്ട്. അത് കുട്ടി ജസ്റ്റ് എബോ ആവറേജ് ഒരു 80-85% ആ ഒരു രീതിയിൽ ആ കുട്ടിക്ക് മാർക്ക് കിട്ടുന്നത്. അവളുടെ പൊട്ടൻഷ്യൽ, ആ കൊച്ചിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവള് പഠിക്കുന്നു. മോളുടെ പേര് പ്രണവി എന്നാണ്. പ്രണവിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവളും പഠിക്കുമായിരുന്നു. അപ്പം ഇത് ഹൈസ്കൂൾ എത്തുമ്പോഴാണല്ലോ, 8th എത്തുമ്പോഴേക്കും 10th ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ 8th മാർക്ക് തുടങ്ങി പോകുന്നത്. 8th എത്തിയപ്പോ ഈ കുട്ടി പ്രണവിയോട് പറഞ്ഞു, മോളോട് പറഞ്ഞു, എന്റെ പാരന്റ്സ് ആരെങ്കിലും നിന്നോട് മാർക്ക് ചോദിക്കുവാണെങ്കിൽ നീ എനിക്ക് കിട്ടിയതിനേക്കാൾ കുറച്ച് പറയണേന്ന്. മനസ്സിലായോ? അതായത് പാരന്റ്സ് മാർക്കുമായിട്ട് പരീക്ഷയുടെ മാർക്ക് കിട്ടി ചെല്ലുമ്പോൾ പാരന്റ്സ് ചോദിക്കുന്നത് കുട്ടിയുടെ മാർക്കല്ല ചോദിക്കുന്നത്, പ്രണവിക്ക് എത്ര മാർക്ക് കിട്ടിയെന്നാ ചോദിക്കുന്നത്. അപ്പൊ ഈ മോള് അതിനെ ഭയങ്കരമായിട്ട് അവർ പണിഷ് ചെയ്യും ഫിസിക്കലി. അപ്പൊ ഈ മോള് പണിഷ്മെന്റ് പേടിച്ചിട്ട് എന്റെ മോളുടെ മാർക്ക് കുറച്ച് പറയും. അപ്പൊ ഇവര് പാരന്റ്സ് വന്നിട്ടും പ്രണവിയോട് ചോദിക്കും, മോളോട് ചോദിക്കും. അപ്പൊ അവളും കുറച്ച് പറയും. അപ്പൊ അതൊക്കെ ആ കുട്ടി എത്ര പ്രഷറിലായിരിക്കും ആ കുട്ടിയെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായത്. ഞാൻ എന്റെ പാരന്റ്സിനെ വഴിയിൽ വെച്ച് കാണും കേട്ടോ. അപ്പൊ അവരിങ്ങനെ ചോദിക്കും മോളെന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കാഷ്വൽ ആയിട്ട് അവളിങ്ങനെ ഒരു കോഴ്സിന് പോയി അങ്ങനെ കാഷ്വൽ ആയിട്ടേ പറയുള്ളൂ. കാരണം നമ്മളൊരു ടോപ്പ് ലെവലിലേക്കാണ് പോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിന്റെ മുഴുവൻ കിട്ടുന്നത് ആ കുട്ടിക്ക്. അവരുടെ മോളെയാണ് അവര് ടോർച്ചർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സും ഉണ്ടെന്ന് പറയാം. അപ്പം മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെപ്പറ്റി നമുക്ക് കുറേ സംസാരിക്കാനുണ്ട്. യൂണിറ്റ് 6 എത്തുമ്പോഴേക്കും കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കും കുറെ ഷെയർ ചെയ്യാനുണ്ടാവും. ഈവൻ ദോ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ കണക്ഷനിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഡോണ്ട് സ്കിപ്പ് ദാറ്റ് ചാപ്റ്റർ. യൂണിറ്റ് 6 ആണ്. അതിന്റെ കൂടെ അഡീഷണലി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു തരും. ഓക്കെ. അപ്പം എല്ലാ മനുഷ്യർക്കും പല രീതിയിലും ഇമോഷൻസ് ഫീലിങ്സും വരും അല്ലെ. എപ്പോഴും നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നില്ല. മൂഡ് സ്വിങ്സ് ഉണ്ടാവും. നമുക്ക് ദേഷ്യം വരാം അല്ലെ. അപ്പൊ നമ്മളുടെ ആ ഒരു മൂഡ് സ്വിങ്സ് അതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ദേഷ്യം വരുമ്പോഴും സന്തോഷം വരുമ്പോൾ കൂടുതൽ ഹാപ്പിനെസ്, അതും ഇത്തിരി പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം, നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും. അതിന് കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് സ്കൂളിൽ. ഓക്കെ. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുന്നതിനൊപ്പം തന്നെ മെന്റലിയും അവര് ഇമോഷണലിയും അവര് ഫിറ്റ് ആയിരിക്കണം. ഭയങ്കര ഇമോഷണൽ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു പ്രായമൊക്കെ വരും, അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴേക്കും. അവർക്ക് പലതും മനസ്സിലാവില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു മൂവിയില് ജ്യോതിക ഭയങ്കര രസമായിട്ട് കുട്ടികളോട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജ്യോതിക ടീച്ചറായിട്ടുള്ളൊരു മൂവി ഉണ്ടല്ലോ, രാക്ഷസി. എന്താ പറഞ്ഞിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതെ, അതിലൊരു പെൺകുട്ടി കുറച്ച് ഭാഗ്യം കണ്ടിട്ടുള്ളൂ, മുഴുവനായിട്ട് കാണണമെന്നുണ്ടായിരുന്നു എനിക്കത്. ആസ് എ ടീച്ചർ നമ്മൾ ഡെഫിനറ്റ്ലി അത് കാണണം. പിന്നെ വേറൊരു മൂവി ഉണ്ട്, റാണി മുഖർജിയുടെ ഒരു മൂവി ഉണ്ട്, അതും കൂടെ കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അതിന്റെ പേര് ഞാൻ പറഞ്ഞു. റാണി മുഖർജി എന്താണ്? അതന്നെ അതന്നെ. മിസ് ആമിർ ഖാന്റെ താരെ സമീൻ പർ ഈസ് ഓൾസോ എ ഗുഡ് മൂവി. ഡെഫിനറ്റ്ലി. അപ്പൊ ഇതൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് കുറെ കൂടെ നമുക്ക് നല്ലൊരു റോൾ, ഈവൻ ദോ മൂവി ആണെങ്കിലും നല്ല മെസ്സേജ് വരുന്ന മൂവികളാണ് അതൊക്കെ കണ്ടാൽ കുറെയൊക്കെ നമ്മൾ ഷേപ്പ് ആകാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആ ജ്യോതികയുടെ മൂവിയിൽ ഒരു കുട്ടികള് ജ്യോതികയോട് എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളെ എന്നും ഒരു ബസ് കണ്ടക്ടറോ ബസ്സിലെങ്ങാണ്ടുള്ള ഡ്രൈവറോ ആരോ നോക്കി ചിരിക്കും. അപ്പം ജ്യോതിക ആ പെൺകുട്ടിയോട് ഇവിടെ എന്തായി, ചിരി കണ്ടിട്ട് എന്താ ഇവിടെ ഫീൽ ചെയ്യണേന്ന് ചോദിക്കുമ്പോ അവൾക്കും കുറേശ്ശെ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ജ്യോതിക പറയുന്നുണ്ട്, ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക, പിന്നെ അങ്ങനെ എന്താ പറയാ നമ്മളെ ലഡു പൊട്ടുന്നു എന്നൊക്കെ പറയണ പോലത്തെ ആ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ കുട്ടി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പൊ പറയാണ് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്, അവിടെ ചിലപ്പോ നമുക്ക് അങ്ങനെ എന്തോ സംതിങ് റിലേറ്റഡ് ഇതാണ്. എനിക്ക് കറക്റ്റ് ആ ഒരു ഡയലോഗ് ഓർമ്മയില്ല. ഇവിടെ നമ്മൾ ഡയമണ്ട് നോക്കിയായിരിക്കും പോകുന്ന വഴിക്ക് പലപ്പോഴും നമുക്ക് സ്വർണ്ണത്തരികൾ കാണാം. അപ്പൊ അത് കാണുമ്പോഴേക്കും ഞാൻ എന്റെ ലക്ഷ്യം എത്തിയെന്ന് വിചാരിക്കരുത്, നമ്മളെ കാത്ത ഡയമണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. വളരെ മനോഹരമായിട്ട് ആ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നിയ ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷനെ വളരെ മനോഹരമായിട്ട് അതിനകത്ത് ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ടീച്ചർ ജ്യോതിക ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ വഴക്ക് പറയണമൊന്നുമില്ല, ഭയങ്കരമായിട്ട് വഴക്ക് പറയണമൊന്നുമില്ല, അങ്ങനെയൊന്നും പറയുന്നില്ല. അത് നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ആണ്. അത് കുട്ടിയെല്ലാം വന്ന് നമ്മോട് ഷെയർ ചെയ്യുമായിരുന്നു.
സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വന്ന് പറയുമായിരുന്നു. നിങ്ങളോടെല്ലാം വന്ന് പറയാറുണ്ടോ മക്കള്? വെരി ഗുഡ്. വൈകുന്നേരം വരുമ്പോ തന്നെ നമ്മൾ അവര് പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടം. അമ്മ അങ്ങനെയായിരുന്നു, അമ്മ എങ്ങനെയാന്ന് ഇങ്ങനെ വാദവരാതെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കേൾക്കണം എല്ലാം. അതെ കേൾക്കണം. നമ്മളിപ്പോ സമയം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവര് നമ്മുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ ഇങ്ങനെ വന്ന ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നതിന്റെ ഒപ്പം ആ മോള് ഹൈസ്കൂളെത്തി. മോൾ അമ്മോട് പറയുവാണ്, അമ്മേ എന്റെ ഫ്രണ്ട് ഒരു പെൺകുട്ടിയുടെ പേര് പറയാ, അവളും വേറൊരു പയ്യന്റെ പേരും കൂടെ പറഞ്ഞിട്ട് ലൈനാണ് അമ്മയെന്ന് പറയൂട്ടോ. ഇവള് ഭയങ്കര എന്തോ ഒരു വലിയൊരു സംഭവം അമ്മോട് പറയുന്ന ഒരു ഹാപ്പിനെസ്സോട് കൂടി പറയുമ്പോഴേക്കും അമ്മ പെട്ടെന്ന് കിച്ചണിൽ എന്തോ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ തവി കയ്യിലെടുത്തിട്ട് പറഞ്ഞേ, ഇനി നീയെങ്ങാനും ഇതുപോലെ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കുന്ന പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. കൊച്ചതോടുകൂടി പേടിച്ചു. പിന്നെ അവൾ ഒന്നും പറയാതെ അവൾക്ക് അതേ ഒരു ഫീലിംഗ് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് തോന്നുമ്പോ ഇവൾ ഇത് വന്ന് അമ്മോട് ഷെയർ ചെയ്യുമോ, ഇനി അവൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങും. കാരണം കൂട്ടുകാരിയുടെ കാര്യം പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ ആണ് പ്രതികരിച്ചത്. അപ്പൊ എന്റെ കാര്യമാകുമ്പോ അമ്മ ഏത് അവതാരം എടുക്കും എന്നുള്ള പേടിയാവും കൊച്ചിന്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അത് അവർക്കൊരു ഫീൽ ആ ഒരു അഡോളസൻസ് പ്രായത്തിൽ അവർക്ക് ഉണ്ടാകുന്നത് അതൊരു തെറ്റൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് എ സിൻ. പക്ഷെ അതെങ്ങനെ മാനേജ് ചെയ്യണം? ആ ഒരു മൂവിയിൽ ജ്യോതിക ചെയ്ത പോലെ നമ്മൾക്ക് പറ്റണം. അപ്പം കുട്ടികൾക്ക് അറിയാം എന്തുണ്ടെങ്കിലും എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയാനായിട്ടൊരു സ്പേസ് ഉണ്ടല്ലോ. ആ ഒരു സ്പേസ് നമ്മള് അമ്മയോ അച്ഛനോ പാരന്റ്സ് രണ്ടുപേരും എന്ത് തന്നെയായാലും അങ്ങനെ ആ ഒരു സ്പേസ് കൊടുക്കണം അവർക്ക്. കുട്ടി ഫസ്റ്റ് ഡേ എല്ലാ വിശേഷങ്ങളും പറയാനായിട്ട് വരിക. നോക്കുമ്പോ അമ്മ ഒരു സൈഡിലിരുന്ന് മൊബൈൽ നോക്കുന്നു, അച്ഛൻ ഒരു സൈഡിലിരുന്ന് മൊബൈൽ നോക്കുന്നു. രണ്ടുപേരും തിരക്കാം, പിന്നെ പറയാം. അവൻ കാണുമ്പോഴെല്ലാം അച്ഛനും അമ്മയും മൊബൈലിൽ ഇങ്ങനെ എന്തെങ്കിലും തൊട്ട് അങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം വന്ന് മൂന്നാമത്തെ ദിവസം വരുമ്പോഴും ഇതേ കാഴ്ച കാണുമ്പോൾ നാലാമത്തെ ദിവസം ആ കുട്ടി വരില്ല. ആ കുട്ടി പിന്നെ അത് കേൾക്കുന്നതല്ല, അവരുടെ അടുത്തേക്ക് പോകും. ഇതും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഒരു പെൺകുട്ടി അവള് കവിതകൾ എഴുതുമായിരുന്നു. വളരെ ചെറിയ സെന്റൻസുകളിലൊക്കെ കവിത എഴുതുള്ളായിരുന്നു. പക്ഷെ ഇവൾക്ക് നമ്മളിപ്പോ ഒരു കഥ ഒരു കവിത എഴുതുമ്പോൾ നമുക്ക് വളരെ അടുപ്പമുള്ളവരോട് അത് കാണിച്ചു കൊടുത്ത് അവരുടെ ഒരു കമന്റ് ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇവൾ ഈ കവിതയായിട്ട് ഇവളുടെ പാരന്റ്സിന്റെ അടുത്തിരുന്നു. അവര് കളിയാക്കി വിട്ടു. അവളുടെ ടീച്ചർമാരെ കാണിച്ചു, അവരും കളിയാക്കി വിട്ടു. നീ എന്ത് പൊട്ടത്തരയൊക്കെ എഴുതി വെച്ചേക്കണേ, വേറെ പണിയൊന്നും ചോദിച്ചു. ഫ്രണ്ട്സിനെ കാണിച്ചു, അവരും ഇത് തന്നെ ചെയ്തു. അവളെ ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കി. അവളുടെ ഈ കവിത കേൾക്കാൻ പിന്നെ തയ്യാറായത് ഒരു ബസ് കണ്ടക്ടറെ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെ കേൾക്കുന്ന കഥ, കുട്ടി ഹാങ് ചെയ്തു മരിച്ചു, തൂങ്ങി മരിച്ചു, സൂയിസൈഡ് ചെയ്തു. അപ്പൊ അതാണ്, നമ്മള് കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പേസ് കൊടുത്തില്ലെങ്കിൽ അവരത് കേൾക്കുന്നിടങ്ങളിലേക്ക് പോകും. അതൊരു റോങ് ആയിട്ടുള്ള വേ ആണെങ്കിലോ. അപ്പം അതാണ്, അത്രയ്ക്ക് കുട്ടികൾക്ക് ഇപ്പൊ ഇമോഷൻസിനെ എന്താ ബാലൻസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് മൊമെന്റ് അവര് അടുത്ത സ്റ്റെപ്പ് എടുക്കും, വഴക്ക് പറയുമ്പോഴും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പൊ അതിന് നമ്മൾ ചെറുപ്പം തുടങ്ങിയ അവരുടെ ഇമോഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് പല ആക്ടിവിറ്റീസ് ചെയ്യാം. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ പല ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങളും. ചിലപ്പോൾ ഭയങ്കര വാശി എടുക്കുന്ന കുട്ടി ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് അതിനനുസരിച്ച് ആ കുട്ടിയെ മാനേജ് ചെയ്യാനായിട്ട് പലപ്പോഴും അമ്മമാര് വളരെ നല്ല പോലെ അവരെ മാനേജ് ചെയ്യുന്നത് നമുക്ക് കാണാം. ചിലപ്പോ അമ്മയാവില്ല, വീട്ടിലെ ഗ്രാൻഡ് മദർ ആയിരിക്കും ചെയ്യുന്നത്. കുട്ടി ആരോടാണോ അടുത്തിരിക്കുന്നത് അവർക്കത് ചെയ്യാനായിട്ട് പറ്റും. അവരെ അനുസരിക്കാൻ കുട്ടി ഇഷ്ടമായിരിക്കും. മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ അവരെ അനുസരിക്കും. അപ്പൊ ആ ഒരു സർക്കിള് പുറം ലോകത്തേക്ക് പോയി കഴിയുമ്പോൾ ഇത്തിരി പാടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എത്ര ദൂരെ പഠിക്കാൻ പോയാലും ആ ഒരു കണക്ഷൻ അതിന് വ്യത്യാസമൊന്നും വരില്ല. അത് സ്ട്രോങ് ആയി തന്നെ ഇരിക്കും, എത്ര വലുതായി എത്ര ദൂരേക്ക് പഠിക്കാനായിട്ട് പോകുമ്പോഴും. സോ അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. നമ്മളൊരു പോയിന്റ് പറഞ്ഞുള്ളൂ. എന്റെ നാത്തോൻ മറ്റേ +1 +2 കെമിസ്ട്രി ടീച്ചറാണേ. അപ്പൊ ചേച്ചി അത്യാവശ്യം സ്റ്റുഡൻസിന്റെ അടുത്ത് കമ്പനി ആണ് ടീച്ചറാണ്. അപ്പൊ ഇവര് ഫ്രൈഡേ മറ്റേ ടീച്ചറും കുട്ടികളും ഒപ്പം ബസ്സിന് കാത്തു നിൽക്കുമായിരുന്നു. അപ്പൊ ബോയ്സ് ഇങ്ങനെ മറ്റേ പെൺകുട്ടികളെ ഇങ്ങനെ വാച്ച് ചെയ്യണ കണ്ടു, ചേച്ചി കണ്ടു. അപ്പൊ ചേച്ചി പറഞ്ഞു, കുറെ നേരം നീ വായ നോക്കൊന്ന് നിർത്തടാ പറഞ്ഞു. അപ്പൊ എടുത്ത വഴിക്ക് കുട്ടികൾ പറയാത്ര, മിസ്സിന് പ്രായമായി, മിസ്സിന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, ഇത് ഞങ്ങളുടെ ടൈമാണ്, ഞങ്ങളൊന്ന് വായ നോക്കട്ടെ മിസ്സേന്ന് പറഞ്ഞു അത്ര. അപ്പൊ അതിന്റെ അടുത്ത് ചേച്ചി പറയണ്ടായിരുന്നു. ശരി, ഓക്കെ. അതാണ് അവരുടെ ആ ഒരു ഏജ്, അതാണ് അവരുടെ ആ ഒരു കൺഫ്യൂഷൻ. ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പറയില്ലേ ഒരു ഇരുത്തം വന്നു എന്നൊക്കെ പറയില്ലേ കുട്ടികളെ. നേരത്തെ എങ്ങനെയായിരുന്നു, ഇപ്പൊ ഒരു ഇരുത്തം വന്നു. ദർ ഇസ് ഡിഫറൻസ്.
ആ ഒരു മെച്യൂരിറ്റി, ആ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് അവർ പോകണമെങ്കിൽ ആ ഒരു ഏജ് ആവും. പക്ഷെ ആ ഒരു ഏജ് വരെ ഒന്നും നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ. അതുകൊണ്ട് നമ്മളുടെ ഒരു ശ്രദ്ധ എപ്പോഴും അവരിൽ വേണം. ഓക്കെ, എന്റെ അമ്മ പറയുമായിരുന്നു കേട്ടോ, അമ്മ അധികം പഠിച്ചിട്ടൊന്നുമില്ല. അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, ആ സമയത്ത് അവിടെ നമുക്ക് ഫോണൊക്കെ ആയി വരുന്ന ഒരു ടൈമാണല്ലോ. ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ മൊബൈലൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ലാൻഡ് ഫോൺ ഉണ്ട്. ലാൻഡ് ഫോണിൽ ഇങ്ങനെ കോളൊക്കെ വരുമ്പോ അമ്മ ശ്രദ്ധിക്കും. പിന്നെ ലെറ്റർ ഒക്കെ അയക്കുന്ന സമയമാണല്ലോ. അപ്പൊ ലെറ്റർ ഒക്കെ വരുമ്പോ അമ്മ ശ്രദ്ധിക്കും. അമ്മ പറയണത്, നിങ്ങൾ ഒരു പ്രായം വരെ ഞങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ കൂടെ ഉണ്ടാവും. കല്യാണമൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഇറ്റ്സ് യുവർ ലൈഫ്. പക്ഷെ എന്നാലും കല്യാണം കഴിഞ്ഞിട്ടും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുവാണെങ്കിൽ അപ്പോഴും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും എന്ന് ഓർക്കണം എന്ന് അങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അമ്മ പറഞ്ഞ ആ വാക്കുകൾ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഓക്കെ, നമുക്ക് എനിക്കൊരു ലാസ്റ്റ് 6th സെന്റൻസ് അതും കൂടെ ആയിട്ട് അത് തീരുവാണ്. അപ്പൊ അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതാരാ വായിക്കുക? ടു ഡെവലപ്പ് ദി സെൻസ് ഓഫ് യെസ്. To develop a sense of civic responsibility among pupils. It has become today's necessity to develop a sense of civic responsibility in our students. They typically fall in duty to help their fellow students in particular and other persons in general. They do not come to the assistance of others in time of need and help their suffering. So, one of the objectives of health education is to develop a sense of civic responsibility. Through health education, pupils are to be made aware of social crimes like spitting anywhere, sneezing and coughing on the faces of others. സിവിക് റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, നമ്മളൊരു സൊസൈറ്റിയിൽ, കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് ടു ദ സൊസൈറ്റി, അല്ലെ? ആ സൊസൈറ്റി നല്ലതാക്കി വെക്കണം. അതായത് അവിടെ തുപ്പിയിടുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മറ്റുള്ളവരുടെ മുഖത്തേക്ക് ആ ഒരു ഇതില്ല. നമ്മളുടെ ചില മാനേഴ്സ് നമ്മൾ നല്ല രീതിയിൽ പെരുമാറേണ്ടത്. പിന്നെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം, മറ്റുള്ളവർ സഫർ ചെയ്യുന്നുണ്ട്, ഭക്ഷണത്തിനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്കാണെങ്കിലും സഫർ ചെയ്യുന്നുണ്ട്. അതാണ് സ്കൂളുകളിൽ നിന്നും കുട്ടികളെ ചിലപ്പോൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ +2 കുട്ടികളുടെ ഒരു ഇന്റർവെൻഷൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ ഭയങ്കര കൂളാണ്. വീട്ടിൽ നിന്ന് അവർക്ക് ഈ മൊബൈലിൽ നോക്കിയിരിക്കുക അങ്ങനെയൊക്കെ കുറെ ശീലങ്ങളാണല്ലോ. അവർക്ക് വീട്ടിലുള്ള ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ സ്കൂളിലേക്ക് വിടുന്നത്. അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഒരു ദിവസം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇന്ന് ലഞ്ച് വേറെ സ്ഥലത്താണ്, ആരും ലഞ്ച് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തൊരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുന്നവരെ അവർക്ക് അറിയില്ലായിരുന്നു എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്. അവിടെ എത്തി അവിടുത്തെ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോ പലർക്കും നടക്കാൻ പോലും പറ്റുന്നില്ല, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വിഷമം, അവർക്ക് ഇവിടെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാണ്. അവർ പിന്നെ പറഞ്ഞു, ഞങ്ങൾ ഇനി വരുന്നില്ല, ഞങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, ആ ഒരു രീതിയിൽ പറയുവാണേ. കാരണം എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണ്, ഞങ്ങൾക്ക് ഇത്ര ഇത് തന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ആ ഒരു ഇൻസൈറ്റ് അവരിലേക്ക് വന്നു. അപ്പൊ കുട്ടികളിൽ ആ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്യണം. സോ പിന്നെ അവർ ചിന്തിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെ അവരുടെ പല ആക്ടിവിറ്റീസിലും ഇവർ ഇൻവോൾവ് ആയി. അവരുമായിട്ട് ഫുട്ബോൾ കളിച്ചു, അവരെ ഫുട്ബോൾ കളിക്കാൻ പഠിപ്പിച്ചു, ഡാൻസ് കളിക്കാൻ പഠിപ്പിച്ചു, അങ്ങനെയൊക്കെ ചെയ്തു. ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് ഫീൽ ചെയ്യുവാണ്. അവരുടെ നീഡ്സ് മനസ്സിലാക്കി, അവർക്ക് സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള സ്പെഷ്യൽ കുട്ടികളാണ്. നീഡ്സ് മനസ്സിലാക്കി അവരെ ആയിട്ട് ഭയങ്കര കൂട്ടായി അങ്ങനെയൊക്കെ കുട്ടികൾ. പിന്നെ പല സോഷ്യൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്, സ്മോക്കിംഗ് അതൊന്നും ശരിയല്ല, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഒരു അവയർനെസ് നമ്മൾ ചെറു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതിനെപ്പറ്റി അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ വലുതാകുമ്പോൾ അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഞാൻ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്, മറ്റുള്ളവരോടും ഈ സൊസൈറ്റിയോടും എനിക്ക് ചില റെസ്പോൺസിബിലിറ്റികൾ ഉണ്ടെന്ന് അവർക്ക് സ്വയം മനസ്സിലാകണം. ഓക്കെ ഫൈൻ, സൈൻ ഔട്ട് ആരാ? Thank you, Miss, for the beautiful class. We learn a lot. Thank you, Miss, for giving an opportunity to present our work. Thank you, my dear friends. Thank you, Miss. Okay, bye. Thank you so much. Have a nice day. Thank you. Okay, thank you, ma'am. Nice day. Nice day. Thank you, ma'am. അസൈൻമെന്റ് ഓർമ്മിച്ചതാണ്. അസൈൻമെന്റ് ക്ലാസ്. Yes.